ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഡൽഹിയുടെ സംസ്ഥാന ഭരണം ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് സഹായത്തോടെ പിടിച്ചെടുത്തതിന് പിന്നാലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണവും BJP പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം 3 ആം ആദ്മി പാർട്ടി കൗൺസിലർമാരാണ് ആം ആദ്മി പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ വീരേന്ദ്ര സച്ദേവ ഇവരെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടെ BJPയുടെ അംഗസംഖ്യ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 116 വർദ്ധിച്ചിരിക്കുകയാണ്. 2022 നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് ഭരണം നഷ്ടപ്പെടുന്നതും ആം ആദ്മി പാർട്ടി വലിയൊരു വിജയം സ്വന്തമാക്കുന്നതും. അന്ന് ആം ആദ്മി പാർട്ടിക്ക് 134 അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ ഭരണകക്ഷിയായ BJPക്ക് വെറും 104 അംഗങ്ങളെ വിജയിപ്പിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ മറ്റു പാർട്ടിയിലെ കൗൺസിലർമാരെ ചാക്കിട്ട് പിടിച്ച് സ്വന്തം പാളയത്തിലെത്തിച്ച BJP 104-ൽ നിന്നും അവരുടെ അംഗസംഖ്യ 116 ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം 134 അംഗങ്ങളെ വിജയിപ്പിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ അവിടെ ബാക്കിയുള്ളത് വെറും 115 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണ്. കഴിഞ്ഞ വർഷം നടന്ന കൗൺസിലറിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിക്കുന്നത് വെറും 3 വോട്ടുകൾക്കാണ്. ആ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിട്ടു നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 3 മേയർ തെരഞ്ഞെടുപ്പുകളായി വിട്ടു നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇത്തവണയും കോൺഗ്രസിന്റെ 9 അംഗങ്ങൾ വിട്ടു നിൽക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ BJPക്ക് ഇത്തവണത്തെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഒരു ഈസി വാക്ക് ഓവർ ആകും എന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസിന്റെ 9 കൗൺസിലർമാരുടെ വോട്ടാണ് ഇനി മേയർ തെരഞ്ഞെടുപ്പിൽ അതീവ നിർണായകമാകാൻ പോകുന്നത്. കൗൺസിലർമാർക്ക് പുറമെ ഡൽഹിയിലെ 7 ലോക്സഭാ അംഗങ്ങൾക്കും 3 രാജ്യസഭാ അംഗങ്ങൾക്കും സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 14 MLA-മാർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ 7 ലോക്സഭാ അംഗങ്ങൾ BJPയിൽ നിന്നുള്ളവരാണ്, 3 രാജ്യസഭാ അംഗങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ളവരും. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 14 അംഗങ്ങളിൽ 10 പേർ BJPയിൽ നിന്നുള്ളവരും 4 പേർ ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ളവരും ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ നടക്കാനിരിക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലെ വിധി തീരുമാനിക്കുക കോൺഗ്രസിന്റെ 9 വോട്ടുകൾ കൂടിയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയോട് സ്വീകരിച്ച നിഷേധാത്മക സമീപനം ഒന്ന് തന്നെയാണ് BJPയെ 12ഓളം ആം ആദ്മി പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ വിജയിക്കാൻ സാധിച്ചത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച അദ്ദേഹം 2013 മുതൽ തുടർച്ചയായി പ്രതിനിധാനം ചെയ്യുന്ന ന്യൂഡൽഹി നിയമസഭാ മണ്ഡലമാണ്. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി പർവേഷ് സിംഗിന്റെ ഭൂരിപക്ഷം വെറും 4089 ആണെന്നിരിക്കെ അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് സ്വന്തമാക്കിയത് 4568 വോട്ടാണ്. സമാനമാണ് മനീഷ് സിസോദിയ മത്സരിച്ച ജഗൻപുരയിലെയും അവസ്ഥ. ജഗൻപുര 2013 മുതൽ ആം ആദ്മി പാർട്ടി മാത്രം വിജയിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു. പക്ഷെ അവിടെ 675 വോട്ടിന് BJP ഇത്തവണ വിജയിച്ചപ്പോൾ കോൺഗ്രസ് സ്വന്തമാക്കിയത് 7350 വോട്ട്. അതായത് കോൺഗ്രസ് പിടിച്ച വോട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് BJP ജഗൻപുരയിൽ മനീഷ് സിസോദിയെ പരാജയപ്പെടുത്തിയത് എന്ന് നിസ്സംശയം പറയാം. ഇത് തന്നെയാണ് മറ്റ് 12 നിയമസഭാ മണ്ഡലങ്ങളിലെയും അവസ്ഥ. വോട്ടർ കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതവും BJPയുടെ വോട്ട് വിഹിതവും തമ്മിൽ ഒരു 2% വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ ഏകദേശം 5% വോട്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറെ സഹായകമായത് കോൺഗ്രസിന്റെ നിലപാടാണ് എന്ന് തന്നെയാണ്. അതേ നിലപാടായിരിക്കുമോ കോൺഗ്രസ് ഈ വരുന്ന മേയർ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. you